ലെന ഇങ്ങനെയല്ലായിരുന്നു. അല്ല. ലെനയുടെ ഒരു മാറ്റമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഭയങ്കരമായിട്ട് അത് അദ്ദേഹത്തിനാണ് ബിഗ് സല്യൂട്ട്. ലെനെ മാറ്റിയെടുത്തത് ഡെഫിനറ്റ്ലി വേറെ ആരും വിചാരിച്ചു ലെനെ മാറ്റിയെടുക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ? ഒരു എടുത്തുചാട്ടം ഉണ്ടായിരുന്നു, പ്രതികരണം ഉണ്ടായിരുന്നു, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമായിരുന്നു. അതിൻ്റെ റീസൺ അത് ഇപ്പോഴായിരിക്കും എല്ലാവരും സ്ത്രീ എന്ന ലെന അല്ലെങ്കിൽ സ്ത്രയണതയുള്ള ലെനയെ കാണുന്നത്. ഇതുവരെ 14 വർഷമായിട്ട് ഈ ലെന എന്ന സ്ത്രീയെ സംരക്ഷിക്കുന്ന ലെന എന്ന ഒരു മാസ്കുലിൻ സൈഡ് ഉണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും സ്ത്രീത്വം ആണത്വം അവരുടെ ഉള്ളിലുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും മാസ്കുലിനും ഫെമിനിനും ഉണ്ട്. ഇപ്പോൾ ഒരു അച്ഛന് മക്കളോട് തോന്നുന്ന ഒരു അഫെക്ഷൻ വളരെ അവരുടെ സ്ത്രീ സൈഡിൽ നിന്നാണ്. ഒരു സ്നേഹവും വാത്സല്യമൊക്കെ കുട്ടികളോട് തോന്നുന്നത്. അതേപോലെ ലെനയെ സംരക്ഷിച്ച് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു വളരെ ബോൾഡായിട്ടുള്ള ലേഡി. ഈ ബോൾഡ്നെസ്, ഈ പോലീസ് വേഷങ്ങളൊക്കെ എന്നെ തേടി വന്നുകൊണ്ടിരുന്നത് ആ ബോൾഡ്നെസ് കാരണമാണ്. ആ ലെനയെ സംരക്ഷിച്ച് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഇടുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതാണ് ഇതുവരെ ലോകം കണ്ടുകൊണ്ടിരുന്നത്. വളരെ തണ്ടേടം കാണിക്കുന്നു. എന്താ അങ്ങനെ കാണിക്കുന്ന ലെനയുടെ അടുത്ത് ആരും ഒരു നോൺസെൻസിനും വരില്ല. ആ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ചോദിക്കാനും പറയാൻ ആളുണ്ട്. നമ്മൾ നേരിടേണ്ട കാര്യമില്ല. വേണ്ട, എനിക്ക് ചോദിക്കാൻ ആളുണ്ട്. മറ്റേ നമ്മൾ തന്നെ ചോദിക്കണം, നമ്മൾ തന്നെ പറയണം, നമ്മൾ തന്നെ പ്രതികരിക്കണം. അതൊരു ധൈര്യമാണ് കിട്ടുന്നത്. ലെനയുടെ ജീവിതയാത്രയിൽ ഒത്തിരി വിഷമങ്ങൾ നേരിട്ടുണ്ട്. പല യാത്രകളും പല കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ യാത്ര ചെയ്ത ലെനയാണ്. ലെനയ്ക്ക് ഏതെങ്കിലും സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ സമയങ്ങളിൽ അന്ന് ആലോചിച്ചിരുന്നു ഒരു വിവാഹ ജീവിതം? അന്ന് ആലോചിച്ചിരുന്നു എനിക്ക് ആരെങ്കിലും വേണമായിരുന്നു എൻ്റെ സങ്കടങ്ങൾ പറയാൻ, എൻ്റെ ദുഃഖങ്ങൾ പറയാൻ? അങ്ങനെ അന്ന് എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ? ഇല്ല. ബിക്കോസ് എൻ്റെ ഫിലോസഫിയെ അതല്ല. നമ്മൾ അങ്ങനെ ഒരു ആവശ്യത്തിൽ നിന്നും, നമ്മളൊരു വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഒരാളുടെ ഹെൽപ്പ്, ഒരു കൈത്താങ്ങ് ചോദിക്കുമ്പോൾ അത് അവർക്ക് അതിലെന്താ ഗുണം? നമ്മുടെ ഗുണത്തിന് വേറൊരാളോട് ഇങ്ങനെ ഒരു നിസ്സഹായമായിട്ടുള്ള ഒരാളെ സഹായിക്കാൻ പറയുന്നില്ല, അവർക്ക് എന്താ ഗുണം? അപ്പോൾ നമ്മളൊരാൾക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതെൻ്റെ ജോലിയാണ്. എൻ്റെ പ്രശ്നങ്ങളോ എൻ്റെ ഇപ്പോൾ എസ്പെഷ്യലി ഒറ്റപ്പെടൽ കാരണം കല്യാണം കഴിക്കാൻ നിന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അയാളെ നമ്മൾ ഒരു കൂട്ടിലിട്ട പോലെ ആവും, പൊസസീവ് ആവും. നമ്മൾ എപ്പോഴും ഡിമാൻഡിങ് ആയിരിക്കും. എപ്പോഴും എനിക്ക് സമയം തരണം, എന്നെ വിളിച്ചില്ലെങ്കിൽ വിഷമം, എന്നെ മൈൻഡ് ചെയ്തില്ല, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഡൈനാമിക്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കൂട്ടിന് വേണ്ടിയിട്ടാണ്, കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിസ്സഹായമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടമുള്ള ഒരു അവസ്ഥയിൽ ഒരു സഹായത്തിന് വേണ്ടി നമ്മൾ ഒരാളെ തേടിക്കഴിഞ്ഞാൽ ആ ആളെപ്പോഴും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളെന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറും. ആ റിലേഷൻഷിപ്പിൻ്റെ ഡൈനാമിക് തന്നെ അതായിരിക്കും. അത് പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമുക്ക് ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ അതിൽ നിന്ന് എന്തോ പാഠം പഠിക്കാനുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാൻ തന്നെ ആ പാഠങ്ങൾ പഠിക്കണം. അപ്പോൾ ഞാനിപ്പോൾ കല്യാണം കഴിച്ച ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഞാൻ എൻ്റെ ഉള്ളിൽ സംതൃപ്തയായിരുന്നു. ഞാൻ എൻ്റെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി. എൻ്റെ കരിയർ, എൻ്റെ എല്ലാ രീതിയിലും ഫിനാൻഷ്യലി, കരിയർ വൈസ്, എഡ്യൂക്കേഷൻ വൈസ്, എൻ്റെ ഹെൽത്ത് എല്ലാം എൻ്റെ രീതിക്ക് ഞാൻ ചെയ്യാവുന്ന ഏറ്റവും നല്ല ലെവലിൽ ഇരിക്കുമ്പോഴാണ് ഒരാളെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷേ ആവശ്യങ്ങളില്ല. ആ ആവശ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ഏറ്റവും ജീവിതത്തിൽ പങ്കാളി നമ്മുടെ സുഹൃത്തും നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഗുഡാണ്. ആ ഗുഡിന്ന് ബെറ്ററിലേക്ക് പോകണം രണ്ടുപേരും. ഒരാൾ ആവശ്യവും കൊണ്ട് വന്നിട്ട് എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ ഫിലോസഫി ആയിട്ട് അത് ചെയ്തിട്ടില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.